ഗായ്സ് പതിവ് പോലെ രാവിലെ നേരത്തെ എണീച്ചുള്ള വരവാണ് കേട്ടോ ഇത്. എൻ്റെ ഫേസൊന്നും അത്ര വലിയ മെനയിലല്ല. കാരണം നൈറ്റ് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. വേദന ഒട്ടും വയ്യാത്തതുകൊണ്ട് തന്നെ കുറച്ച് വാശിയൊക്കെ ആയിരുന്നു. അപ്പോൾ വേഗം തന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അവനെ ഡോക്ടറെ അടുത്തൊന്ന് കൊണ്ടുപോകാൻ. വേഗം ഞാൻ അരി ഇട്ടു. ബാലൻസ് ചോറ് ചൂടാക്കാൻ വെച്ചു. ഉരുളിയിൽ നിന്ന് നമ്മുടെ ബീഫും കായൊക്കെ മാറ്റി അതും ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ പതുക്കെ പാത്രം കഴുകുന്ന പരിപാടിയിലേക്ക് നമ്മളങ്ങോട്ട് കടന്നു. പാത്രം കഴുകലും കാര്യങ്ങളും ഈ ഈ പണികളൊക്കെ വേഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയടുത്ത് പറഞ്ഞ് നമുക്ക് പോവാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ആ ഉരുളി എടുത്ത് ബാക്കിൽ വെള്ളത്തിൽ വെള്ളം ഇതാക്കിയിട്ടു ട്ടോ. അത് കഴുകാൻ എളുപ്പത്തിന്. അപ്പോൾ അവിടെ സ്പേസ് കിട്ടി. അപ്പോൾ ഞാൻ വേഗം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുകയാണ്. ഒരു ഉരുളി തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ നിന്ന് പോയാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് കിട്ടുമല്ലോ. 2 ഉരുളി ഇരിക്കുന്നുണ്ട് ഗയ്സ്. അപ്പോൾ ഞാനിതാ ബീഫ് നല്ലോണം ചൂടാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈരക്കൊലയുടെ ഒരു ഉരുളി ഉണ്ടായിരുന്നു. അതിൽ ബാലൻസൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അടച്ച് വെച്ച് ആവി കയറ്റി നല്ലോണം ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ അത് നാശമായി പോകുമല്ലോ. പിന്നെ ദാ സൂപ്പൊക്കെ ചൂടാക്കാൻ വേണ്ടി കയറ്റി വെച്ചു. പിന്നെ ദാ കുക്കർ ഇറക്കി വെള്ളം കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു. സൂപ്പ് ദേ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോഴേക്കും ഞാൻ കുക്കർ തുറന്നു. അവർക്കുള്ള കഞ്ഞി മാറ്റി. ചോറൊക്കെ ദേ വേഗം വാർക്കുകയാണ്. പിന്നെ ഞാൻ ചൂടെടുത്തിട്ടുള്ള പ്രഹസനങ്ങളാണ് ഗൈസ് നിങ്ങളീ കാണുന്നത്. ചൂട് ഒട്ടും സഹിക്കില്ല ഇപ്പോൾ കിച്ചണിൽ. അപ്പോൾ ദേ ചോറൊക്കെ വാർത്ത് വെച്ചതിന് ശേഷം ഞാൻ ആ കുക്കർ കൈയോടെ കഴിക്കണമെങ്കിൽ അത് ഉണങ്ങി പിടിച്ച് നമുക്ക് കഴുകാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ദേ ചോറ് വാർക്കലൊക്കെ കഴിഞ്ഞ് എല്ലാം ഞാൻ മൂടി വെച്ചു. പാത്രങ്ങളെല്ലാതും കഞ്ഞിക്കുള്ള കയ്യിലും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ നേരെ റൂമിൽ പോവാണ്. വേദുവിനെ എണീപ്പിച്ച് ബ്രഷ് ചെയ്യിപ്പിച്ചു. ഡോക്ടറുടെ അടുത്തേക്കൊക്കെ പോകണമല്ലോ. അപ്പോൾ അവൻ്റെ ഫേസും കയ്യും കാലൊക്കെ ഒന്ന് കഴുകി കൊടുത്തു എന്നേ ഉള്ളൂ. കുളിപ്പിക്കാൻ നിന്നില്ല. എന്നിട്ട് ഇതേ നേരെ അവനെ ഡ്രസ്സ് ചെയ്തു. ഞാൻ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഇതേ ഇറങ്ങി ട്ടോ. ഉച്ചയ്ക്ക് ജോലിക്ക് പോകേണ്ടതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് അവനെ ഇവിടെ അടുത്തുള്ള ഒരു ഡോക്ടർ പീഡിയാട്രീഷ്യനാണ് ഞമ്മ കാണിക്കുന്നത്. അപ്പോൾ ദേ ഞാൻ അവനും കൂടി രാവിലെ ദേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദേ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോണ കുറച്ച് വിഷ്വൽസൊക്കെ ഒന്ന് എടുത്താണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗൈസ് അവൻ എന്നെ കൊണ്ട് എടുക്കാൻ പറഞ്ഞു. എനിക്ക് എടുത്ത് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ എന്നോട് കെട്ടിപ്പിടിക്കണം. അമ്മി ഞാൻ പിന്നെ കെട്ടിപ്പിടിച്ചോളാം എന്നെ എടുക്കുമെന്ന്. പിന്നെ ഞാൻ അവനെ നേരത്തെ ഇറങ്ങി നടക്കാൻ പറഞ്ഞു. പിന്നെ അതേ ഞങ്ങൾ ഓട്ടോയിലൊക്കെ കയറി ഡോക്ടറുടെ വീട്ടിലെത്തി. ഇത് പിന്നെ ഞങ്ങളുടെ തറവാടാണ്. മാസം 1, 2 വിസിറ്റ് എടുത്തില്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ ഈ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറൊക്കെ കാണിച്ച് ഞങ്ങൾ തറവാടിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നിട്ടാണ് കേട്ടോ പോണത്. അശ്വനിയുടെ ബാക്ക് സൈഡായിട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഷോർട്ട് കട്ട് ഉണ്ട്. ഇവിടുന്ന് ഞങ്ങൾ നടന്ന് പോയി അവിടുന്ന് നേരെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മെഡിസിനൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ നമ്മളെപ്പോഴും പോകണോണ്ട് നമുക്ക് വേഗം വേഗം കിട്ടും കേട്ടോ. പിന്നെ വലിയ തിരക്കൊന്നും രാവിലെ നേരത്തെ ആണല്ലോ. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അപ്പോൾ നമുക്കിതേ മെഡിസിനൊക്കെ കിട്ടി. തൊട്ടപ്പുറത്തുള്ള കടയിൽ നിന്ന് ഞാനും വീതും കൂടി ഒരു ബൂസ്റ്റ് ഹോർലിക്സ് ഡേറ്റൊക്കെ നടത്തി ഒരു സമൂസ ഡേറ്റൊക്കെ നടത്തി ഒരു കവറും മരുന്നും വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലോട്ട്.